ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ മുതൽ അടിയന്തരമായി ജമ്മുകശ്മീരിലേക്ക് ശ്രീനഗറിലേക്ക് പോവുകയും അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അല്പം മുമ്പ് വന്ന പ്രതികരണത്തിലും നിരപരാധികളെ കൊന്നവരെ വെറുതെ വിടില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അതുതന്നെയാണ് സർക്കാരിന്റെ ലൈൻ, അതുതന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായൊരു നിലപാടും. അപ്പോൾ തിരിച്ചടി ഉടനെ ഉണ്ടാകും. രതീഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നേരിട്ടുള്ള ഒരു സൈനിക നടപടി എന്നൊക്കെ പറയുന്നത് ഇന്ത്യക്ക് ചില പരിമിതികൾ മുന്നിലുണ്ട്. ലോകരാഷ്ട്രങ്ങൾ തന്നെ അത്തരം ഒരു നീക്കത്തിലേക്ക് പോയാൽ എത്രത്തോളം ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്നുള്ള കാര്യവും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ ഇന്ത്യക്കൊപ്പമാണ് ലോകം. സാധ്യതയില്ലേ തീവ്രവാദ കേന്ദ്രങ്ങൾ? ഇവിടെ ആരൊക്കെ സഹായിച്ചു? ഈ സംഘം എങ്ങനെ ഇവിടെ എത്തി? പ്രാദേശികമായ സഹായം ലഭിച്ചോ? തുടങ്ങിയ ആംഗിളിൽ ആ നിലയിൽ കൂടുതൽ കടുത്ത നടപടികൾക്കുള്ള സാധ്യതയല്ലേ ഉണ്ടാകുന്നത്? രതീഷ്, കഴിഞ്ഞ പുൽവാമ ആക്രമണത്തിൽ പോലും 12 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്, അല്ലെങ്കിൽ ഒരു മിന്നലാക്രമണം നടത്തിയത്. അത് ക്ഷമിക്കണം, ഊറിക്ക് ശേഷം, ഊറി സംഭവത്തിന് ശേഷം ഇന്ത്യ 12 ദിവസം എടുത്തിട്ടാണ് ഒരു മിന്നലാക്രമണത്തിലേക്ക് പോയത്. പുൽവാമയിലും സമാനമായ സാഹചര്യങ്ങൾ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഖൈബർ പഖ്തൂൺഖ്വയിൽ ബോംബാക്രമണം നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ഇതിനൊരു സമയ ഒരു വലിയ ഘടകമാണ്. ഇന്ത്യയുടെ മുന്നിലുള്ള സാധ്യതകളെല്ലാം തന്നെ പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിൽ മറ്റ് രാജ്യങ്ങളെ ഒപ്പം നിർത്തേണ്ട സാഹചര്യമുണ്ട്. ഇവയെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ ഈ നേരിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തിരിച്ചടിയിലേക്കൊക്കെ ഇന്ത്യക്ക് പോകാൻ കഴിയൂ. ഇപ്പോൾ ഇന്ത്യക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന, ഏറ്റവും എളുപ്പത്തിൽ ആദ്യം ചെയ്യാൻ കഴിയുന്ന സാധനം ഈ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലാണ്. അതായത് നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ ഡൽഹിയിലുള്ള പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷനിൽ പല ഉദ്യോഗസ്ഥരുമുണ്ട്, നയതന്ത്രജ്ഞർ പലരുമുണ്ട്. പലരും ISI ഉദ്യോഗസ്ഥരാണ്. ഇവിടെയുള്ള ലോക്കൽ സ്ലീപ്പർ സെല്ലുകളെ വികസിപ്പിച്ചെടുക്കുന്നതിന്, അവർക്ക് പണം നൽകുന്നതിന്, ഇതിനു വേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ തിരഞ്ഞുപിടിച്ച് ഇന്ത്യ മടക്കി അയക്കാറുണ്ട് പലപ്പോഴും. ഏറ്റവും ഒടുവിൽ 8 പേരെയാണ് മടക്കി അയച്ചപ്പോൾ ഇത്തരം നടപടികൾ സാധാരണയായി നയതന്ത്ര തലത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇന്ത്യ ഇവിടെ നിന്ന് കുറച്ചുപേരെ മടക്കി അയക്കുമ്പോൾ അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ചിലരെ ഇങ്ങോട്ടും മടക്കി അയക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നേരിട്ടിറങ്ങുന്നു, നയതന്ത്ര ബന്ധവുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ നീങ്ങുന്നു എന്നുള്ളതാണ്. മറ്റ് കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ മിന്നലാക്രമണവും അതിനുശേഷം ഈ പറയുന്ന നേരിട്ടുള്ള ഒരു സൈനിക നടപടി എന്നൊക്കെ പറയുന്നത് വളരെ ആലോചിച്ച് ഇന്ത്യയുടെ സൈനിക ശക്തി എല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയായിരിക്കും. സേനയ്ക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം സർക്കാർ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതൊരു നയപരമായ തീരുമാനമാണ്, രാഷ്ട്രീയമായ തീരുമാനമാണ് മോദി സർക്കാർ എടുക്കേണ്ടത്. ആ ഒരു ഘട്ടത്തിൽ എത്രത്തോളം BJP NDA സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയും ഇന്നത്തെ സാഹചര്യത്തിൽ എന്നുള്ളത് കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 2 യുദ്ധമുഖങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ 2 യുദ്ധമുഖങ്ങളുണ്ട്. ഒന്ന് കിഴക്കൻ മേഖലയിൽ, അതായത് ലഡാക്ക് തുടങ്ങിയ മേഖലയിൽ നമുക്ക് ചൈനയുമായിട്ടുള്ള ഒരു സേനാ വിന്യാസം തന്നെ ഇപ്പോൾ നിൽക്കുന്നു. നേർക്ക് നേറായിരുന്ന ഒരു സൈന്യത്തെ പിൻവലിച്ചിട്ടുണ്ടെങ്കിലും ഒരു സേനാ വിന്യാസം അവിടെ ഉണ്ട്. സമാനമായ സാഹചര്യം പാകിസ്ഥാൻ ഈ നിയന്ത്രണ രേഖയിലുമുണ്ട്. നമുക്കവിടെ അന്താരാഷ്ട്ര അതിർത്തി എന്ന് പറയാൻ കഴിയില്ല, നിയന്ത്രണ രേഖയിലുണ്ട്. നമ്മളവിടെ നേരിട്ടുള്ളൊരു സൈനിക വിന്യാസമുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഭീകര ക്യാമ്പുകൾക്ക് നേരെയുള്ള ഇന്ത്യൻ സേനയുടെ ആക്രമണങ്ങൾ പലപ്പോഴും എല്ലാ ദിവസവും നടക്കാറുണ്ട് അവിടെ. അതങ്ങനെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള പരസ്യപ്പെടുത്തുന്ന ഒരു സംഭവമല്ല. തിരിച്ചടി എന്നുള്ളത് സാധാരണയായി നിയന്ത്രണ രേഖയിൽ നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. ചിലത് നമ്മൾ പരസ്യപ്പെടുത്തുന്നു, ചിലത് പരസ്യപ്പെടുത്താതെ തന്നെ എല്ലാ ദിവസവും നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ എന്താണ് സ്വീകരിക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഇന്ന് വൈകിട്ട് വ്യക്തത വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് രാവിലെ ചേരാനിരുന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ഉപസമിതിയാണ് ഇന്ന് വൈകിട്ട് ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി മടങ്ങിയേ ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്തിയതിൽ വിദേശമന്ത്രി S ജയശങ്കർ ഉണ്ടായിരുന്നു, വിദേശ സെക്രട്ടറി വിക്രം മിശ്രി, അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കാശ്മീർ സന്ദർശനം, പഹൽഗാമിലെ സംഭവസ്ഥലം സന്ദർശനം, ഇവയെല്ലാം കഴിഞ്ഞിന്ന് മടങ്ങിയെത്തുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിരോധ രംഗത്തെ അല്ലെങ്കിൽ സേനാ മേധാവികളുമായി അടക്കമുള്ള കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പൂർണ്ണ സജ്ജമായി നിൽക്കാനുള്ള നിർദ്ദേശം അദ്ദേഹവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എന്ത് എന്നുള്ളത് ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. ആ നയപരമായ തീരുമാനമായിരിക്കും ഇന്ന് വൈകിട്ടുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ഉപസമിതി യോഗത്തിൽ